സത്യം പറഞ്ഞാൽ വയ്യ, ഒരു വണ്ടി പിടിക്കുക വീട്ടിൽ പോയെ. ഇല്ല, ഇത് കുടിക്കാം. ഓക്കെ. ഹലോ. സോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഹൈദരാബാദിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മന്തി കിട്ടുന്ന ഒരു മന്തി സ്പോട്ടിലാണ്. ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഹൈദരാബാദ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മന്തി കിട്ടുന്ന ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ബട്ട് ഇത് കിഡിലാണ്. നമുക്ക് എന്തായാലും ഇതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം അല്ലേ? സോ അങ്ങനെ നമ്മൾ മന്തി സ്പോട്ടിൽ എത്തി. ഏകദേശം ഞങ്ങൾ ഹൈദരാബാദ് എത്തി ഒരു 1.5 മണിക്കൂർ വരുള്ളൂ. ജസ്റ്റ് ഒന്ന് ഹോട്ടലിൽ റൂമിൽ പോയിട്ട് ഒന്ന് ബാഗ് സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. കാരണം അത്രയ്ക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടാണ്. ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ, ആൾക്കാരൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ, റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാം റെസ്റ്റോറൻറ്റ് ആൾക്കാർ വരും മുന്നേ. സോ നമുക്ക് ഉള്ളിലോട്ട് പോവാം. സോ നമുക്ക് വരുമ്പോൾ തന്നെ അവർ സൂപ്പ് തരും. ഓക്കെ, നല്ല അടിപൊളി ഹൈദരാബാദി ഫ്ലേവർ മട്ടൺ സൂപ്പാണ്. ഒരു രക്ഷയില്ല. ആക്ച്വലി സൂപ്പ് ഫ്രീ ആണ് സ്റ്റാർട്ടറായിട്ട്. ഭയങ്കര വൈബാണ് ഇവിടെ. ഓക്കെ, ഒട്ടുക്കത്തെ വൈബാണ്. കാരണം ഈ ഒരു ആംബിയൻസിൽ നമുക്ക് ഈ വിൻഡോ വഴി കാണാൻ പറ്റുന്നത് മെട്രോ ആണ്. ഓക്കെ, അതിൻ്റെ ആ ഒരു ഫീൽ വേറെയാണ്. സോ നമ്മുടെ അൽജോയിൻ മന്തിയിൽ വന്നാൽ വെറും കൈയോടെ ആരെയും പറഞ്ഞു വിടില്ല. നിങ്ങൾക്കൊരു സൂപ്പ് കിട്ടും, കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ഈ സൂപ്പ് അവർ പ്രൊവൈഡ് ചെയ്യും. കിഡിലെ സൂപ്പ്. ആക്ച്വലി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും എനർജി ഇല്ല ഞങ്ങൾക്ക്. കാരണം വെച്ചാൽ വിശപ്പാണ്. ഓക്കെ, ഒന്നവിടെ എന്തോ പറയാം, ഇറങ്ങിയപ്പോൾ അവിടെ ഹോട്ടലിൽ ഫുഡുണ്ട്, പുറത്ത് ഒരുപാട് ഫുഡുണ്ട്. പക്ഷേ ഞങ്ങൾ എത്ര വിശന്നാലും കുഴപ്പമില്ല, വെയിറ്റ് ചെയ്തു. ഒന്ന് ഇവിടുത്തെ മന്തി കഴിക്കാൻ, രണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ മന്തി പരിചയപ്പെടുത്താൻ. അവസാനം ഒടുവിൽ വന്നു ചിക്കൻ മന്തി. ഓക്കെ, ഇത് ഇത്രയ്ക്കുണ്ട്. ഈ പ്ലേറ്റ് മൊത്തം കഴിച്ചു തീർക്കാം. അതെ. ഓ, നമുക്ക് ആദ്യം ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒരു ഗ്രേവി ഉണ്ട്. ഇത് ആക്ച്വലി ഒരു ഒതൻറ്റിക് ഹൈദരാബാദി മസാലയുടെ ടേസ്റ്റ് ഉണ്ടോ അങ്ങനത്തെ ഒരു ഗ്രേവിയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു മട്ടൻ്റെ ഗ്രേവിയാണ് തോന്നുന്നത്. ഓക്കെ, പിന്നെ മയോണൈസ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് എവിടെ മന്തി കഴിക്കാൻ പോലും ഒരു പ്രത്യേകത ഉണ്ട്. ഒന്ന് കാജൂസ് ഒക്കെ ഫ്രൈ ചെയ്ത് നെയ്യിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കാജൂസും കുറച്ച് ബദാം മുന്തിരി എല്ലാം കിട്ടും. പിന്നെ മെയിൻ സംഭവം നമ്മളെ നാട്ടിൽ മന്തി ഇടാത്തൊരു കാര്യമുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമല്ല, ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത്. ഇവിടെ ബിരിയാണി ആയാലും മന്തി ആയാലും ഈ മന്തിയുടെ പുറത്ത് നമ്മൾ സവാള ഉണ്ടല്ലോ, ആ ഉള്ളി ഇങ്ങനെ വറുത്തിടും. ഓക്കെ, എനിക്കത് നോർമൽ ബിരിയാണി ഇടും പോലെ. അതെ, മന്തി നമ്മൾ നാട്ടിലാണെങ്കിൽ കൂടുതൽ കണ്ടിട്ടില്ല, പക്ഷേ ഇവിടെ ആണെങ്കിൽ ഇത് അവൈലബിൾ ആണ്. നമ്മളൊരു 4 മാസം വരില്ലേ വീണ്ടും ഇവിടെ വന്നിട്ട്. ഓക്കെ, ആഫ്റ്റർ 4 months ഒരു 4 മാസത്തിന് ശേഷമാണ് വീണ്ടും ഇത് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാം. പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ലേശം മയോണൈസ്, അങ്ങനെ അതിൻ്റേതായ ഒരു ശാസ്ത്രം. എന്നിട്ട് കുറച്ച് ഗ്രേവി. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ എടുത്ത് ഓക്കെ, അടിപൊളി ഉണ്ടോ ഇങ്ങനെ എടുത്ത് അടിപൊളി. ഹൈദരാബാദ് വരുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യരുത്. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ വെറുതെ പറയാറില്ല, ശരിക്കും അത്രയ്ക്ക് അടിപൊളിയാണ്. നമുക്ക് തൊണ്ട ഇത് ചിക്കൻ പീസ് എടുത്ത് ഇങ്ങനെ കുറച്ച് റൈസ് വെച്ചിട്ട് അതിൽ കുറച്ച് നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇങ്ങനെ ഇട്ട് അതിൽ കുറച്ച് ലേശം മൈനസേ പോന്നോ സോണിയ പോന്നോട്ടെ വാട ലേശം മൈനസ്. ഓക്കെ, ലേശം കറി. ഈ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് നമ്മുടെ ഈ ചെറുതായിട്ട് കുറച്ച് ഫുഡ് കഴിക്കുന്നവർക്കുള്ളതല്ല. എന്നെപ്പോലെ ഇങ്ങനെ ഒരുപാട് സ്റ്റഫ് ചെയ്ത് കഴിക്കുന്നവർക്കുള്ളതാണ്. ഇങ്ങനെ ഇത് 3 ഇങ്ങനെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഓക്കെ.
നമ്മൾ ഈ പ്ലേറ്റ് കാണുമ്പോൾ ഇത് കഴിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് കഴിച്ചിരിക്കാൻ പറ്റും. മട്ടൺ ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. ചിക്കൻ എനിക്കിവിടെ മട്ടൺ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. നാട്ടിൽ നമ്മളെ മട്ടൺ ഒരു നോർമൽ, പക്ഷേ ഇവിടുത്തെ മട്ടൺ ഒരു മട്ടൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അവരെ മട്ടൻ്റെ ഒരു ഫ്ലേവർ ഇച്ചിരി കൂടുതലായിരിക്കും. ഇവിടുത്തെ എല്ലാ മട്ടനും അങ്ങനെയാണ്. എനിക്ക് തോന്നും കുക്കിംഗ് അല്ല, ഇവിടുത്തെ മട്ടൻ്റെ രീതിയാണെന്ന് തോന്നുന്നത് അല്ലേ, മട്ടൺ ആ ഫ്ലഷിൻ്റെ ഒക്കെ രീതിയാണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളിങ്ങനെ ജസ്റ്റ് ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് മട്ടൺ പീസ് വെച്ച് സെയിം പ്രോസസ്സാണ്. ഈ ഗ്രേവി കുറച്ച് ഇങ്ങനെ ഒഴിക്കുക, ലേശേരം മൈനസ് ഇങ്ങനെ എടുക്കുക. ഓക്കെ, അതിൽ കുറച്ച് കാജു അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വയ്ക്കുക. അതാ ചിക്കൻ വെച്ച് അടിപൊളി അടിപൊളിയല്ലേ. ഇത് നമ്മൾ വന്നപ്പോൾ ഒരു തിരക്കില്ലാകും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതെ, പിന്നെ ഇവിടെ ഓപ്പൺ ചെയ്യുന്ന ടൈം 12:30. ഓക്കെ, 12:30 ഓപ്പൺ ചെയ്യും. ഓക്കെ, ഈവനിങ് ഒരു നൈറ്റ് വരെ ഉണ്ട് 12:30. പിന്നെ ഇത് ഇരിക്കുന്നത് മാതാപ്പൂരിൽ നിന്നും മാതാപ്പൂർ നമ്മൾ ദുർഗച്ചിരിയിൽ നിന്നൊക്കെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ. ഓക്കെ, നമുക്ക് ഗൂഗിളിൽ കിട്ടും. ഞാൻ വേണമെങ്കിൽ മാപ്പ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പേര് അൽ ജോയിൻ മന്തി. ഞാൻ വേറെ കാര്യം പറയാം. ഹൈദരാബാദ് നമ്മുടെ ഈ ആന്ധ്ര ഫുഡ് ഉണ്ടല്ലോ, ഭയങ്കര സ്പൈസിയാണ്, നല്ല എരിവുണ്ടാവും എല്ലാത്തിനും. ഓക്കെ, കാരണം എനിക്ക് തോന്നും ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ മുളകുണ്ടല്ലോ, റെഡ് മിർച്ചി, അത് ഉൽപ്പാദിക്കുന്ന സ്ഥലം ഹൈദരാബാദാണ്, ആന്ധ്രാപ്രദേശാണ്. സോ അതായിരിക്കാം അവർ ആ ഒരു സ്പൈസി ഫ്ലേവർ എല്ലാ ഫുഡിലും വരുന്നത്. താങ്ക് യു. താങ്ക് യു. ഇത് ലെമൺ മിൻറ്റ്. ഓക്കെ, ഇങ്ങനെയല്ല സോറി ജസ്റ്റ് നമ്മൾ റെഡി ആവും. ഓക്കെ ഓക്കെ, ഇനി ശരിക്കും അടിപൊളി ഹെവി ക്വാണ്ടിറ്റി കേട്ടോ. ഓക്കെ, ഇച്ചിരി ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. മട്ടൺ പീസൊക്കെ ഉണ്ടല്ലോ, മട്ടൺ പീസൊക്കെ ടെൻഡർ പീസാണ്. ഓക്കെ, കേട്ടോ, ഭയങ്കര ടെൻഡർ പീസാണ്. നല്ല ക്വാണ്ടിറ്റിയാണ് ബിരിയാണി. ബിരിയാണി മന്തി. സോ ഹൈദരാബാദ് വരുമ്പം ബിരിയാണി മാത്രമല്ല, ഓക്കെ, നല്ല മന്തിയും കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ കുഴിമന്തി കിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ ഒരു നമ്മുടെ നാട്ടിലൊരു മന്തി ഉണ്ടല്ലോ, ആക്ച്വലി നമ്മുടെ നാട്ടിലാണ് അറേബ്യൻ ഒതൻറ്റിക് മന്തി കിട്ടുമെന്ന് ഞാൻ പറയാം. ഒതൻറ്റിക് അല്ലെങ്കിലും ജസ്റ്റ് അറേബ്യൻ സ്പൈസൊക്കെ യൂസ് ചെയ്ത് കുഴിമന്തി ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിലുണ്ടാകും. പക്ഷേ ഇവിടെ ഞാൻ ഒരിടത്തും കഴിച്ചിട്ടില്ല അങ്ങനെ. ഓക്കെ, ഇവിടെ റൈസും ചിക്കനും നമ്മളവിടെ ചില കട കിട്ടില്ലേ, അൽഫാം മന്തിയൊക്കെ അതേപോലെയാണ്, എല്ലാത്തിനും സെയിം ചിക്കൻ പീസ് തന്നെ കുക്കും. റൈസൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ അതിൽ കുടിക്കുന്ന ഈ ചിക്കൻ അല്ലെ മട്ടൺ, അതിൻ്റെ ഫ്ലേവറാണ്, അതിൻ്റെ ആ ഒരു ജ്യൂസിയാണ്, മനസ്സിലായി, അതിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടാവുമല്ലോ ആ മസാലക്കൊക്കെ, അതിനാണ് സംഭവം ഇവിടുത്തെ ടേസ്റ്റ്. ഞാൻ നിങ്ങളോട് സത്യം പറയാം, നിങ്ങൾ മന്തിയെ പ്രണയിച്ചവരാണ്. യെസ്, മന്ദതയില്ലാത്ത പ്രണയം മന്തിയോട് മാത്രം എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട്, അറിയോ? ഞാൻ തന്നെ എന്നോട് ചോദിച്ചാൽ ഇപ്പോൾ എവിടെ പോയാലും മന്തിക്കറിയാണ്. പക്ഷേ ഏത് മന്തി ബെസ്റ്റ് എന്ന് സൂപ്പർ ഡ്യൂപ്പർ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം നമ്മൾ മന്തി തേടിപ്പോയിരിക്കും. മന്തി മാത്രമല്ല അല്ലേ, നമ്മളെല്ലാ ഫുഡും കഴിക്കും. മന്തി കഴിഞ്ഞാൽ ഒരു ഗോലി സോഡ അത് നിർബന്ധമാണ്. മന്തി അല്ലേ, ഇവിടെ എന്ത് വെച്ചാലും ഒരു സോഡ അത്യാവശ്യം. അമ്മാതിരി ക്ഷീണമായിരിക്കും എൻ്റെ അമ്മോ. എപ്പോഴും മനസ്സിലായിട്ടോ ഇത് ഈ പില്ലോയും തലയാണ ഈ മെത്തയും ഇരുന്നുള്ള സെറ്റപ്പൊക്കെ ഇപ്പോഴാണ് മനസ്സിലായ. സോ നമുക്ക് അൽജോയിൻ മന്തിക്ക് ഒരു ടാറ്റ പറയാം. ക്ഷീണിച്ചു, പക്ഷെ നമ്മളിവിടെ നമ്മുടെ ക്ഷീണം കൂടി യാത്ര നിർത്തുന്നില്ല. അടുത്ത സ്പോട്ട് പിടിക്കാൻ പോവാണ്. കാണാം. ബൈ.